ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ലേലം തുടങ്ങാം. സ്റ്റാർട്ടിംഗ് പ്രൈസ് 50 ലക്ഷം. 1 കോടി. 1 കോടി. 2 കോടി. 2 കോടി. 3 കോടി. 3 കോടി. 10 കോടി. 10 കോടി. അലീന മേഡം, ഈ നഗരം മുഴുവൻ ഇപ്പൊ നിങ്ങളുടെ കയ്യിലല്ലേ? ഞങ്ങൾക്കും കൂടെ എന്തെങ്കിലും ബാക്കി വെക്കൂന്നേ. ആ ബിസിനസ്സുകാരൻ പറയുന്നത് കേട്ട് അലീനയുടെ മുഖത്ത് ഒരു വല്ലാത്ത ചിരി വിരിഞ്ഞു. 50 കോടി. പക്ഷെ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ശബ്ദം മുഴങ്ങി. 50 കോടിയോ? ആരായാ? ഏയ്, ഇതാ ഡെലിവറി ബോയ് അഭിനവല്ലേ? ഇവന്റെ കയ്യിൽ എവിടുന്ന 50 കോടി? ആരും തിരിച്ചറിയാതിരിക്കാൻ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടോട്ട് വന്നിരിക്കുന്നു. ആ ലവലാതി. അതെ, 2 ദിവസം മുമ്പ് എന്റെ ഓഫീസിൽ ലഞ്ച് കൊണ്ടുവന്നവനവൻ. നമുക്കൊന്നും ഒരു വിലയും ഇല്ലേ? ഇവനെ പോലെ ഒരാൾ എങ്ങനെ ഇത്രയും വലിയ ലേലത്തിൽ വന്നു? 50 കോടി പോയിട്ട് ഇവന്റെ കയ്യിൽ 50 രൂപ പോലും കാണില്ല. നിന്റെ നാടകം നിർത്തിയിട്ട് സ്ഥലം വിടാൻ നോക്ക്. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അഥവാ ഈ ഡെലിവറി ബോയുടെ കയ്യില് 50 കോടി ഇല്ലെങ്കിൽ ഞാൻ അലീനയുടെ ബിഡ് ചലഞ്ച് ചെയ്യുന്നു. 7 കോടി. ഞാൻ ഈ കാർപ്പറ്റിന് 7 കോടി തരാൻ തയ്യാറാണ്. 60 കോടി. ഡെലിവറി ബോയ്, നിനക്ക് പ്രാന്താണോ? എവിടെന്നാ നീ കോടി ഉണ്ടാക്കാൻ പോകുന്നത്? ഏയ്, ഇത് ലേലമാണ്, കുട്ടികളിയല്ല. ഇവിടെ പറയുന്നത് എത്രയാണോ അത് കൊടുക്കേണ്ടി വരും. തൊട്ടടുത്ത നിമിഷം അഭിനവ് ഒരു ചെക്ക് ബുക്ക് പുറത്തെടുത്ത് 60 കോടി രൂപ എഴുതി ഒപ്പിടാൻ തുടങ്ങി. ഇവൻ ജയിലിൽ പോകാൻ തീരുമാനിച്ചാണ് ഇറങ്ങിയെന്ന് തോന്നുന്നു. കണ്ടില്ലേ, പേടിച്ചിട്ട് അവന്റെ കൈ ഉറയ്ക്കുന്നത്. മാനേജർ സാർ, ഇവന്റെ ബാങ്ക് അക്കൗണ്ട് എന്തായാലും പരിശോധിക്കണം. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അഭി ചെക്ക് പൂരിപ്പിക്കുന്നത് കണ്ട് സ്തബ്ധരായി. ഒരു നിമിഷം ബാങ്ക് മാനേജർക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തിനാണ് അഭിനവിനെ പോലെ ഒരു ഡെലിവറി ബോയ് 3 കോടി വിലയുള്ള ഒരു സാധനം 60 കോടിക്ക് വാങ്ങുന്നതെന്ന്? ഇനി അഥവാ അവന്റെ അക്കൗണ്ടിൽ ശരിക്കും 60 കോടി രൂപയുണ്ടോ? അയാൾക്ക് ആകാംക്ഷയായി. ഒരു മിനിറ്റ്. മാനേജർ ഉടൻ തന്നെ ചെക്ക് പരിശോധിക്കാൻ തന്റെ ടീമിനെ വിളിച്ചു. എന്നാൽ അഭിനവിന്റെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കേട്ട് അയാൾ ഞെട്ടിത്തരിച്ചുപോയി. 800 കോടിയോ? എന്താ ഗ്രൂപ്പിന്റെ പേര്? BR ഗ്രൂപ്പ്. ഈ ലേലം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ അമൂല്യമായ കാർപ്പറ്റ് 60 കോടി രൂപയ്ക്ക് മിസ്റ്റർ അഭിനവിന് നൽകുന്നു. മാനേജർ മൈക്കിലൂടെ പ്രഖ്യാപിച്ചതും അവിടെ ഇരുന്ന എല്ലാവരുടെയും കണ്ണുകൾ തള്ളിപ്പോയി. അവർ ഞെട്ടലോടെ പരസ്പരം നോക്കി. ഇന്നലെ വരെ എല്ലാവരും ഒരു ദരിദ്രവാസിയെ പോലെ കണ്ടിരുന്ന അഭിനവിന് ഇത്രയധികം പണം എങ്ങനെ ലഭിച്ചുവെന്ന് അലീനയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൾ ഇതെല്ലാം ആലോചിച്ചിരിക്കുമ്പോൾ ഒരു കോൾ വന്നു. ഇല്ല, 60 കോടിക്ക് ലേലം വിളിച്ച് ഒരു ഡെലിവറി ബോയ് അത് വാങ്ങി. ഈ കാലത്തെ ഡെലിവറി ബോയ്സിന് പോലും ഇത്രയും പണം ഉണ്ടോ? 5 കോടിയുടെ സാധനം 60 കോടിക്ക് വാങ്ങാൻ മാത്രം. ഇതൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് അലീന മാം, നിങ്ങൾ അഭിനവിന്റെ വിരലിലേക്ക് നോക്കി. അയാൾ പറഞ്ഞതും അലീന പരിഭ്രമത്തോടെ സ്റ്റേജിലേക്ക് നീങ്ങി. അഭിനവിന്റെ ഇടത് കൈയിലിട്ടിരുന്ന മോതിരത്തിൽ അവളുടെ കണ്ണുകൾ പതിഞ്ഞതും അവൾ ഞെട്ടിത്തരിച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ ഞെട്ടലോടെ പറഞ്ഞു, ടൈഗർ? ടൈഗർ എന്ന പേരിന് പിന്നിലെ സത്യം എന്താണ്? ഒരു ഡെലിവറി ബോയുടെ അക്കൗണ്ടിൽ 800 കോടി എങ്ങനെ വന്നു? അവൻ ഇത്രയും ശക്തനാണെങ്കിൽ പിന്നെ എന്തിന് ലോകത്തിന് മുന്നിൽ ഒരു ഡെലിവറി ബോയായി ജീവിച്ചു? ഈ ചോദ്യങ്ങളെല്ലാം ഇൻസ്പെക്ടറുടെ തല ചുറ്റിച്ചു. അപരിചിതയായ ഒരു പെൺകുട്ടിയാണ് ആ വീഡിയോ അയാൾക്ക് നൽകിയത്. ഇൻസ്പെക്ടർക്ക് അഭിനവിനെ കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് അന്വേഷിച്ച അയാൾക്ക് പലതരം കഥകൾ അഭിനവിനെ പറ്റി കേൾക്കാൻ കഴിഞ്ഞു. ആദ്യത്തെ ഡിറ്റക്റ്റീവ് പറഞ്ഞ കഥ അയാൾ ഓർക്കാൻ ശ്രമിച്ചു. അബി, നമുക്ക് പോവാം. ഈ റെസ്റ്റോറന്റ് ഒരുപാട് പണക്കാര് വരുന്ന സ്ഥലമാ. എന്റെ കോലം നോക്ക്, റോഡരികില് പാത്രവും പിടിച്ചിരിക്കുന്ന പിച്ചക്കാരിയെ പോലെയുണ്ട്. വൈഷ്ണവി, ഈ എക്സ്പെൻസീവ് റെസ്റ്റോറന്റ് ഒന്നും നമുക്ക് ശരിയാവില്ല. അബി, വാ പോവാം. വൈഷ്ണവി, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കില്ല ബേബി. ഇന്ന് നിന്റെ പിറന്നാളല്ലേ? ഈ ട്രീറ്റിന് ഞാൻ പൈസ സേവ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാ ഞാൻ പറഞ്ഞ. രാവും പകലും ഓർഡറുകൾ ഡെലിവറി ചെയ്തല്ലേ നീ ഈ പണം സ്വരുക്കൂട്ടിയത്. അതെല്ലാം ഒരു ദിവസം കൊണ്ട് തീർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്നത്തേക്ക് നീ അതൊക്കെ മറന്നിട്ട് വാ എന്റെ കൂടെ. ഇറ്റ്സ് യുവർ സ്പെഷ്യൽ ഡേ. നീ ഇവിടെ നിൽക്ക്, ഞാൻ ടേബിൾ ഫ്രീ ഉണ്ടോന്ന് നോക്കിയിട്ട് വരാം. വൈഷ്ണവി അഭിനവിനെ തടയാൻ ഓടിയപ്പോൾ ഒരു പണക്കാരനുമായി കൂട്ടിയിടിച്ച് അയാളുടെ വില കൂടിയ സ്യൂട്ടിൽ വൈൻ വീണു. കണ്ണു കാണില്ലേ നിനക്ക്? ഐ എം റിയലി സോറി സർ. മാനേജർ, ഇവിടെയൊക്കെ ആരാ അകത്തേക്ക് കയറ്റിവിട്ടെ? ഐ എം സോറി സർ. ഈ സ്യൂട്ടിന്റെ വില അറിയാവോ? 20 ലക്ഷം രൂപ, 20 lakh rupees. ഐ എം സോറി സർ, എന്റെ മിസ്റ്റേക്കാ. ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. ഇപ്പൊ തന്നെ പോയിക്കോളാം. ഞാൻ അങ്ങനെ നിന്നെ വെറുതെ ഇവിടെ നിന്ന് കരുതുന്നുണ്ടോ? ഈ സ്യൂട്ടിന് 20 ലക്ഷമാണ് വില. ആ 20 ലക്ഷം രൂപയും തന്നിട്ട് നീ ഇവിടുന്ന് പോയാ മതി. അല്ലെങ്കിൽ വന്നല്ലോ അടുത്ത പിച്ചക്കാരൻ. ഇവിടെ എന്തായി നടക്കുന്നത്? ഈ റെസ്റ്റോറന്റിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ പോയോ? ഇവനെയൊക്കെ ഇവിടെ കയറ്റിയിരുത്തിയിരിക്കുന്നു. ഇപ്പോ ഈ നിമിഷം എന്റെ കാമുകിയോട് മാപ്പ് പറയണം. എക്സ്ക്യൂസ് മീ, ഞാൻ ഇവളോട് മാപ്പ് പറയണം? വാട്ട് എ ജോക്ക്. ഞാൻ ആരാണെന്ന് നിനക്കറിയോ?
ആ പണക്കാരനും അഭിനവും തമ്മിലുള്ള വഴക്ക് കണ്ട് വൈഷ്ണവി ഞെട്ടി. ആ മനുഷ്യൻ SL ഇൻഡസ്ട്രീസിന്റെ ഉടമയുടെ ഏക മകനാണെന്ന് അവൾക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത്. അവൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അയാളെ ആദ്യമായി കാണുന്നത്. അബി, നമുക്ക് ഇയാളോട് മാപ്പ് പറഞ്ഞ് ഇവിടെ നിന്ന് പോവാം. അയാള് SL ഇൻഡസ്ട്രീസ് ഓണറിന്റെ... ഒന്നും മിണ്ടാതിരിക്കു വൈഷ്ണവി. എന്റെ കാമുകിയോട് ഇപ്പൊ മാപ്പ് പറയും, അല്ലെങ്കിൽ ഈ ദിവസം ഓർത്ത് ജീവിതകാലം മുഴുവൻ നീ ഖേദിക്കും. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഈ നഗരത്തിലെ ഏറ്റവും വലിയ വജ്ര വ്യാപാരിയാണ്. വലിയ വലിയ മന്ത്രിമാര് വരെ എന്റെ പോക്കറ്റില. ഞാനൊന്ന് വിരലിനൊടിച്ച നിന്നെ... ഞാൻ ഒരു വിരൽ ഞൊടിച്ച നിന്റെ ബിസിനസ് തകർന്ന് തരിപ്പണമാവും. എന്താ കാണണോ? ഇവനെന്താ വട്ടാണ്? ആ മനുഷ്യൻ എന്തെങ്കിലും മനസ്സിലാകുന്നതിന് മുൻപ് അഭിനവ് ഫോൺ എടുത്ത് ആർക്കോ ഒരു മെസ്സേജ് അയച്ചു. തൊട്ടടുത്ത നിമിഷം ആ പണക്കാരന് ഒരു കോൾ വന്നു. ഹലോ അച്ഛാ. മോനെ, നമ്മൾ തീർന്നടാ. നമ്മുടെ കമ്പനിയുടെ ഷെയറുകളെല്ലാം ഇടിഞ്ഞ് കോടികളുടെ നഷ്ടം സംഭവിച്ചു. അച്ഛാ ഒരു മിനിറ്റ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? ആരോ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഏതെങ്കിലും വലിയ മനുഷ്യനുമായിട്ട് വഴക്കിട്ടോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അദ്ദേഹത്തോട് മാപ്പ് പറയേ. നമുക്ക് വേറെ വഴിയില്ല. ആരാണ് അഭിനവ്? എന്താണ് അവന്റെ യഥാർത്ഥ മുഖം? മിനിറ്റുകൾക്കുള്ളിൽ കോടികളുടെ സാമ്രാജ്യം ഒരു തെരുവ് തെണ്ടി എങ്ങനെ നശിപ്പിച്ചു? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആർക്കെങ്കിലും കിട്ടുന്നതിന് മുൻപേ അഭി അവിടെ നിന്ന് പോയിരുന്നു. ഇതായിരുന്നു ഒരു ഡിറ്റക്റ്റീവ് പോലീസ് ഇൻസ്പെക്ടറോട് പറഞ്ഞ കഥ. എന്നാൽ തലേ ദിവസം മറ്റൊരു ഡിറ്റക്റ്റീവ് പറഞ്ഞ കഥ ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു. ആ കഥയിൽ വൈഷ്ണവി ഒരു പാവപ്പെട്ട കാമുകിയായിരുന്നില്ല, മറിച്ച് അഭിനവിനെ എപ്പോഴും അപമാനിക്കുന്ന ഒരു പണക്കാരിയായിരുന്നു. നിന്നെ പോലെ ഒരു ആക്രിക്കാരന്റെ കൂടെ എന്റെ പട്ടി പോലും കഴിയില്ല. നീ എന്റെ ബോയ്ഫ്രണ്ട് ആവുന്നതൊക്കെ മറന്നേക്ക് മോനെ. കേട്ടല്ലോടാ അലവലാതി. ഇനി മേലൽ അവളുടെ അടുത്തേക്ക് വരാൻ പോലും ശ്രമിക്കരുത്. ഓടിക്കോ ഈ നാട്ടിൽ നിന്ന് തന്നെ. വൈഷ്ണവി നിന്നെ ആട്ടിവിട്ടത് നീ മറക്കണ്ട. വൈഷ്ണവി, നമ്മൾ ഒരുമിച്ച് ഒരു വീട് വാങ്ങാൻ പോവായിരുന്നില്ലേ? കുടിലിനെ വീടെന്ന് ആരെങ്കിലും വിളിക്കോ? പോടാ എന്റെ മുന്നിന്ന്. അഭിനവിന്റെ കൺമുന്നിൽ വെച്ച് അവന്റെ കാമുകി വൈഷ്ണവി മറ്റൊരാളുടേതായി. പണത്തിനു വേണ്ടി വൈഷ്ണവി തന്നെ ചതിക്കുമെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വേദന കൊണ്ട് അവന്റെ ഹൃദയം തകർന്നു. എന്നെ പരീക്ഷിച്ച് ഇനിയും മതിയായില്ലേ ഈശ്വര? അഭി സ്വന്തം വിധിയെ ശപിച്ച് റോഡിലൂടെ നടന്നു. മദ്യപിച്ച് ബോധമില്ലാതെ അവനൊരു കാറിന് മുന്നിൽ ചാടാൻ പോയപ്പോൾ ഡ്രൈവർ ബ്രേക്ക് ഇട്ടു. കാറിൽ വന്നത് പണക്കാരനായ സൗരവ് മേനോനായിരുന്നു. മദ്യലഹരിയിലായിരുന്ന അഭിനവിനെ കണ്ട് സൗരവ് സ്വയം പറഞ്ഞു, കൊള്ളാം, ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. ഇവനെടുത്ത് കാറിന്റെ ഡിക്കിലേക്ക് ഇടും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി എന്റെ കസിന്റെ അടുത്ത് കിടത്ത്. പിന്നെ അവന്റെ വസ്ത്രങ്ങൾ അയച്ചു മാറ്റാൻ മറക്കരുത്. സൗരവിന്റെ പദ്ധതി എന്തായിരുന്നു? പിറ്റേന്ന് രാവിലെ അഭി കണ്ണു തുറന്നപ്പോൾ തന്റെ അടുത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. പക്ഷെ എന്തെങ്കിലും മനസ്സിലാക്കുന്നതിന് മുൻപ് തോക്കുമായി നിൽക്കുന്ന 2 പേരെ കണ്ട് അവൻ ഞെട്ടി. ഏയ്, നിങ്ങൾ ആര്? ഞാൻ ഇവിടെ എങ്ങനെ എത്തി? സൗരവിന്റെ കസിൻ സിസ്റ്റർ അനന്യയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവൾ മറ്റൊരാളോടൊപ്പം രാത്രി ചെലവഴിച്ചിരിക്കുന്നു. നീ തറവാടിന്റെയും എന്റെയും റെപ്യൂട്ടേഷൻ ആണ് കളഞ്ഞത് അനന്യ. മുത്തശ്ശ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്കേ. എനിക്ക് ഇയാൾ അറിയില്ല. ഇയാൾ ഇവിടെ എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല. വീട്ടിലെ പെൺകുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്താലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും മുത്തശ്ശ. മിണ്ടാതിരിക്കും സൗരവ്. അനന്യ, നിനക്ക് ഈ വീടിന്റെ നിയമങ്ങൾ അറിയാമല്ലോ. ഇന്നു മുതൽ ഈ പയ്യൻ നമ്മുടെ മരുമകനാണ്. മുത്തശ്ശ, മതി. അങ്കിൾ, ഞാൻ പറയുന്നത് ഒന്ന്. ഇനി എന്നെ അനുസരിക്കാൻ നിനക്ക് ഉദ്ദേശമില്ലെങ്കിൽ നിന്റെ പേരിൽ വരാൻ പോകുന്ന കമ്പനി ഞാൻ സൗരവിന്റെ പേരിലേക്ക് മാറ്റും. കേട്ടല്ലോ? ഇവരെ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. അങ്ങനെ ഹരിദേവൻ മേനോൻ അഭിനവിനെയും അനന്യയെയും നിർബന്ധിച്ച് രജിസ്ട്രാറുടെ മുന്നിൽ ഹാജരാക്കി വിവാഹം കഴിപ്പിച്ചു. വിവാഹം കഴിഞ്ഞ ഉടനെ മുത്തശ്ശൻ അഭിനവിനെ വിക്രമിന്റെ പാർട്ടിക്ക് അയച്ചു. അവിടെ വെച്ച് അവിചാരിതമായി അഭി തന്റെ മുൻ കാമുകി വൈഷ്ണവിയുടെ മുന്നിൽപ്പെട്ടു. നീ ഇവിടെ ബൊക്കെ ഡെലിവറി ചെയ്യാൻ വന്നതായിരിക്കും അല്ലേ? ഈ വലിയ പാർട്ടിയിൽ നിന്നെ കാണുമ്പോ എനിക്ക് ഓക്കാനം വരുന്നു. വൈഷ്ണവി അവളുടെ വായിൽ നിന്നും കൂടുതൽ വിഷം ചീറ്റുന്നതിന് മുൻപ് അഭിനവിന്റെ ഭാര്യ അനന്യയുടെ ശബ്ദം പിന്നിൽ നിന്ന് വന്നു. ബേബി. അനന്യ സ്നേഹത്തോടെ അവനെ ബേബി എന്ന് വിളിച്ചപ്പോൾ അഭിനവിന്റെ ഹൃദയത്തിൽ സംഗീതം മുഴങ്ങുന്നത് പോലെ തോന്നി. എവിടായിരുന്നു ഇതുവരെ? മുത്തശ്ശൻ നിങ്ങളെ വിളിക്കുന്നു, വാ. അവൻ അനന്യയിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ അധികം സന്തോഷിക്കണ്ട. എന്റെ ഇൻവെസ്റ്റേഴ്സ് ഈ പാർട്ടിയിലുണ്ട്. നമ്മള് വിവാഹിതരാണെന്ന് അവർക്കറിയാം. ഹായ്, ഇതാണ് എന്റെ ഹസ്ബൻഡ് അഭിനവ്. ഹായ് അഭിനവ്. അഭി അയാൾക്ക് നേരെ കൈ നീട്ടിയതും അയാളുടെ കണ്ണുകൾ അഭിനവിന്റെ വിരലിൽ കിടന്ന ടി എന്നെഴുതിയ മോതിരത്തിൽ പതിഞ്ഞു. അയാൾ വിയർക്കാൻ തുടങ്ങി. ഇതെങ്ങനെ? ഇറ്റ്സ് ഇമ്പോസിബിൾ. അനന്യയുടെ കമ്പനിയിൽ നിക്ഷേപം നടത്താനെത്തിയ 1000 കോടി ആസ്തിയുള്ള കമ്പനിയുടെ ഉടമ അഭിനവിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് പറഞ്ഞു, ഞങ്ങളുടെ 18 വർഷത്തെ തിരച്ചിലിന് അവസാനമായിരിക്കുന്നു. ടൈഗർ തിരികെ വന്നതിന് നന്ദി. എന്തിനാണ് ഒരു സാധാരണ ഡെലിവറി ബോയിയെ ടൈഗർ എന്ന് വിളിച്ച് അയാൾ അവന്റെ മുന്നിൽ മുട്ടുകുത്തിയത്?
സ്വന്തം സഹോദരിയുടെ സ്വഭാവത്തിൽ ഇത്രയും വലിയ ആരോപണം ഉന്നയിക്കാൻ സൗരവിന് അനന്യയോടുള്ള ശത്രുത എന്തായിരുന്നു? ആ ഞെട്ടിക്കുന്ന സത്യം അനന്യയുടെ മുന്നിൽ വെളിപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ആരാണ് ഈ ടൈഗർ? ത്രില്ലടിപ്പിക്കുന്ന ഈ കഥയുടെ ബാക്കി അറിയാൻ ദ റിട്ടേൺ ഓഫ് ടൈഗർ കേൾക്കൂ പോക്കറ്റ് FM-ൽ തികച്ചും സൗജന്യമായി.